കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ, വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. മേളയിൽ അരങ്ങേറിയ നാടകം ഏറ്റെടുത്ത് പ്രേക്ഷകർ. കായംകുളം പീപ്പിൾസ് തിയേറ്റേഴ്സിന്റെ അങ്ങാടിക്കുരുവികൾ എന്ന നാടകമാണ് മേളയുടെ പ്രതിമാസ പരിപാടിയായി അരങ്ങേറിയത്. മൂവാറ്റുപുഴ മേള ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ പ്രതിമാസ പരിപാടിയായി കായംകുളം പീപ്പിൾസ് തിയേറ്റേഴ്സിന്റെ നാടകം അവതരിപ്പിച്ചു. അതിവേഗം ചെറുനഗരങ്ങളായി മാറുന്ന കേരളീയ ഗ്രാമങ്ങളിലെ സാധാരണ കച്ചവടക്കാരന്റെ വ്യഥയാണ് അങ്ങാടിക്കുരുവികൾ എന്ന നാടകത്തിലൂടെ സംവിധായകൻ വരച്ചിടുന്നത്. പക്ഷേ അടുത്ത തലമുറ ഇതേ സാധ്യതകളെ ഉപയോഗിച്ച് വ്യാപാരത്തിലെ നഷ്ടപ്രതാപം തിരിച്ചുപിടിക്കുന്ന അങ്ങാടിക്കുരുവികൾ ഹൃദയത്തിൽ തറയ്ക്കുന്ന നിരവധി നിമിഷങ്ങൾ ഹാൾ നിറഞ്ഞ പ്രേക്ഷകർക്ക് സമ്മാനിച്ചാണ് അവസാനിക്കുന്നത്. ശബ്ദമുയർത്തി സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. ഉണ്ണിയപ്പവും ഉരുളക്കിഴങ്ങുപ്പേരിയും ഉണ്ടാക്കി വിൽക്കാൻ അന്താരാഷ്ട്ര കുത്തകകൾക്ക് പരവതാനി വിരിച്ചു കൊടുക്കുന്നവർ ഓർക്കുക, സർവനാശത്തിലേക്കാണ് ഈ പോക്ക്. സമകാലിക പ്രശ്നങ്ങളെ ശക്തമായി പ്രതിപാദിക്കുന്നതാണ് അങ്ങാടിക്കുരുവികൾ എന്ന നാടകമെന്ന് പ്രധാന നടൻ ബാബുരാജ് തിരുവല്ല പറഞ്ഞു. ഈ സമകാലിക പ്രശ്നങ്ങളെ വളരെ ശക്തമായ രീതിയിൽ പ്രതിപാദിക്കുന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണ്. കാരണം മലയാള പ്രൊഫഷണൽ നാടകത്തിൽ ആരും അങ്ങനെ കൈകാര്യം ചെയ്തിട്ടില്ലാത്ത, ചെയ്യാൻ മടിക്കുന്നതുമായ ഒരു സബ്ജക്റ്റാണ് ഇപ്പം ഈ അങ്ങാടിക്കുരുവികളിലൂടെ പീപ്പിൾ തിയേറ്റേഴ്സ് പറഞ്ഞിരിക്കുന്നത്. അത് ഈ സാധാരണപ്പെട്ട ചെറുകിട കച്ചവടക്കാർ അനുഭവിക്കുന്ന ദുരിതങ്ങളും ഒക്കെ എടുത്തു പറയത്തക്ക ഒരു സംഭവം തന്നെയാണ്. ഇവിടുത്തെ ഹൈപ്പർ മാർക്കറ്റും സൂപ്പർ മാർക്കറ്റുകളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവർക്കുണ്ടായ ദയനീയമായ ഒരവസ്ഥ, അവരുടെ ഒരു കുടുംബ പശ്ചാത്തലത്തിലുണ്ടായ വിഷമങ്ങൾ, ദുരിതങ്ങൾ, ഇതെല്ലാം വളരെ കൃത്യമായിട്ട് നമുക്ക് ഈ നാടകത്തിലൂടെ നമുക്ക് ഈ പ്രേക്ഷകരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മൂവാറ്റുപുഴയിലെ വ്യാപാരികൾ ഇന്ന് അനുഭവിക്കുന്ന ദുരിതം വളരെ കൃത്യമായി ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞെന്നും ബാബുരാജ് തിരുവല്ല പറഞ്ഞു. ചെറുകിട കച്ചവടക്കാർ വളരെ സ്നേഹാനുഭവപൂർവ്വം നമ്മളോട് സമീപിച്ച് ഈ നാടകത്തെപ്പറ്റി വളരെ നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നല്ലൊരു നാടകമാണ്. അതിപ്പോൾ ഇന്ന് മൂവാറ്റുപുഴ മേളയിലാണ് കളിച്ചത്. ഈ മൂവാറ്റുപുഴ തന്നെയുള്ള കച്ചവടക്കാരിപ്പം സത്യം പറഞ്ഞാൽ അവർ അനുഭവിക്കുന്നത് ആ ഒരു ദുരിതം, അത് വളരെ കൃത്യമായിട്ട് തന്നെ നമുക്ക് അവരെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു സത്യം. മേള സെക്രട്ടറി മോഹൻദാസ് എസ് നാടകത്തെ സദസ്സിനെ പരിചയപ്പെടുത്തി. പ്രസിഡന്റ് PM ഏലിയാസ്, ജോയിന്റ് സെക്രട്ടറി പ്രിജിത്ത് കുമാർ, ട്രഷറർ സുർജിത്ത് എസ്തോസ്, കമ്മിറ്റി അംഗങ്ങളായ KB വിജയകുമാർ, അശോക് കുമാർ B, മൃദുൽ ജോർജ് തോട്ടം, അഡ്വക്കേറ്റ് അജിത് MS, അഡ്വക്കേറ്റ് ഇബ്രാഹിം കരീം KH, CM ഇബ്രാഹിം കരീം, VA കുഞ്ഞുമൈദീൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. ഏറ്റവും വലിയ ഡയമണ്ട് ജ്വല്ലറി ഇപ്പോൾ തൊടുപുഴയ്ക്ക് സ്വന്തം. തൊടുപുഴയിലെ ഏറ്റവും വലിയ ഡയമണ്ട് ജ്വല്ലറിയായ ജെയ്കോ ഡയമണ്ട്സിനെ വലിയ വിജയമാക്കി മാറ്റിയ മാന്യ ഉപഭോക്താക്കൾക്ക് നന്ദി. ഏറ്റവും വലിയ ഡയമണ്ട് ജ്വല്ലറി തൊടുപുഴയ്ക്ക് സ്വന്തം. 1000 ഡിസൈനുകൾ, ചെറുതും വലുതുമായ 1000 ഡയമണ്ട് ആഭരണങ്ങൾ, വലിയ സെലക്ഷൻ. ഏറ്റവും വലിയ ഡയമണ്ട് ജ്വല്ലറി ഇപ്പോൾ തൊടുപുഴയ്ക്ക് സ്വന്തം. ജെയ്കോ ഡയമണ്ട്സ് തൊടുപുഴ.